ഇത് മാസ് മോട്ടോഴ്സ് ആണ്. ഹോണ്ട ആക്റ്റീവ 60 വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വർക്കിന് കയറ്റിയേക്കുന്നത് 54,303 കിലോമീറ്ററിലാണ്. നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റണം, വാട്ടർ സർവീസ് ആണ്. പിന്നെ ഫ്രണ്ട് സൈഡ് സൗണ്ട് ഉണ്ട് സ്പീഡോമീറ്ററിൻ്റെ ഭാഗത്തുനിന്ന്, റിയർ സൈഡ് ക്ലച്ച് സൈഡിൽ നിന്നൊരു സൗണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി, അങ്ങനെ മേജറായിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സൗണ്ടൊന്നുമില്ല. ക്ലച്ചിൻ്റെ ഈ പുള്ളി വീലിൻ്റെ ചെറിയൊരു മുഴക്ക സൗണ്ട് തന്നെയാണ്. അത് നിലവിൽ നമുക്കത് കിടന്ന് ഓടിയത് കൊണ്ട് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. കാരണം നമ്മളിപ്പോൾ മാറ്റിയത് പുതിയത് ഇട്ടാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ സൗണ്ട് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പൈസ മുടക്കിയാലും അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് 100% കിട്ടില്ല. കാരണം അതിനുള്ള കംപ്ലയിൻറ്റ് ഇപ്പോൾ ഈ വീലുകൾക്ക് ആയിട്ടില്ല. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ കിടക്കണം, പുതിയ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ബാക്ക് വീല് ഈ ഒരു ആക്സിലുമാണ് ബാക്ക് വീല് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ ചെക്ക് ചെയ്ത് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറായാലും പുതിയ ടയറാണ്, ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല. ഗിയർ ഓയിൽ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. കമ്പനി ഫിൽറ്ററാണ്, ഒറിജിനൽ ഫിൽറ്ററിനെ നമുക്ക് കിടക്കണം. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ CVT ക്ലച്ച് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്താണ് നമുക്ക് ആ ഒരു സൗണ്ട് വേരിയേഷൻസ് കിട്ടിയത്. കാരണം വെച്ചാൽ ഈ വീലിൻ്റെ ഒരു ബെയറിങ്ങിൻ്റെ സൗണ്ടാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ കംപ്ലയിൻറ്റ്സ് അത് ധൈര്യമായിട്ട് ഓടിക്കാം, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നും വരാനില്ല കേട്ടോ. അത് നിർത്തി തള്ളണ നേരത്ത് വണ്ടി സ്റ്റാർട്ടാകുന്ന സമയത്ത് ചെറിയൊരു അരമ്പൽ പോലെ, അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ ക്ലച്ചിൻ്റെ ഉള്ളിൽ വന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബുഷ് സെറ്റ് നമുക്കൊന്ന് മാറ്റണം. അതിൻ്റെ ചെറിയ ഫ്രീ പ്ലേ ഉള്ളതുകൊണ്ട് അതിങ്ങനെ കുത്തണ പോലത്തെ ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് നമുക്ക് ഇതുമ്പോൾ കിടക്കണത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിന് ഇതുമ്പോൾ കിടക്കണത്. പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിച്ചേക്കണതാണ്. ക്ലച്ച് ഗ്രീസിങ് ഒക്കെ ചെയ്ത് നമ്മൾ റീസെറ്റ് ആകുന്നുണ്ട്. കിക്കർ വീലായാലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റേണ്ട ടൈമാണ്, അതുകൊണ്ട് ഓയിൽ ചേഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് പുതിയ ബാറ്ററിയാണ് കേട്ടോ, 2025 ബാറ്ററിയാണ്. നമുക്ക് ഇതിൻ്റെ ആക്സിലേറ്റർ കേബിളിൻ്റെയൊക്കെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ബാറ്ററി പറഞ്ഞ പോലെ 13 വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ആയാലും സ്പാർക്ക് പ്ലഗ് പുതിയ പ്ലഗ് കിടക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. അപ്പോൾ നിലവിൽ അങ്ങനെ മേജറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മീറ്ററിൻ്റെ അതിൻ്റെ ഉള്ളിലത്തെ നീഡിൽ പോയേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ട് വീലും കൂടിയൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. അപ്പോൾ ഞാൻ അതിനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടുള്ളൂ. ഏകദേശം നമുക്കൊരു 7 മണിയൊക്കെ ആകുമ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. കാരണം ഓൾറെഡി ബുക്കിംഗ് വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി കയറിയേക്കണം. വെച്ചിട്ട് ലേറ്റായിട്ടാണ് കയറിയേക്കണേ. എന്തായാലും നമുക്കൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ വീഡിയോ വാട്സാപ്പിൽ ഇട്ടേക്കാം, എസ്റ്റിമേറ്റും വാട്സാപ്പിൽ ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോ.